അസ്സലാമു അലൈക്കും. ഉമ്മയും ഉപ്പയും മുന്നിലും നിയാസും ഷാക്കിറയും പിന്നിലുമായി സെജിനയുടെ പുതിയ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി. സെജിന വന്ന് ഉമ്മയെയും ഷാക്കിറയും അകത്തേക്ക് കൂട്ടി. നിയാസും ഉപ്പയും സിറ്റൗട്ടിലിരുന്ന് അവിടെയുള്ളവരോട് സംസാരിച്ചു. ആജിയാനും ഐഷുമ്മയും വരുന്നില്ല എന്ന തീരുമാനത്തിലായിരുന്നു. പിന്നീട് അവർ ആ തീരുമാനം മാറ്റി. വേറൊന്നും കൊണ്ടല്ല, തൻ്റെ മകനും മരുമകളും തങ്ങളെക്കാളും നല്ല രീതിയിലാണോ കഴിയുന്നത് എന്നറിയണം. തങ്ങളെ വീടിനേക്കാളും വലുതാണോ അവരുടെ വീടും എന്നും അറിയണം. പിന്നെ വരുന്നവരോടിത്തിരി യേശുവും പരിദൂഷണവും പറയണം. എന്നാലും അവരിത്ര വേഗം വേറെ വീട് താമസിക്കും എന്ന് കരുതിയതല്ല. വീട്ടു ചിലവിന് എന്ന് പറഞ്ഞ് അവരുടെ എല്ലാം വാങ്ങിച്ചെടുത്തുന്നതാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ സാമ്പത്തികമായി ഒന്നും ഉണ്ടാവില്ല എന്നറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ആരും പെട്ടെന്ന് വേറെ പോകുമെന്ന് കരുതിയതല്ല. എവിടെ നിന്നായിരിക്കും തൻ്റെ മകൻ്റെ കയ്യിൽ ഇത്രയും പണം? ഇനി ഇത്രയും കാലം തങ്ങളെ പറ്റിച്ചതായിരിക്കോ? കയ്യിലുള്ളതെല്ലാം ചെലവിന് തന്നുവെന്നും പറഞ്ഞ് കിട്ടുന്നതിൽ ചെറിയൊരു ഭാഗം മാത്രമേ അവൻ തന്നിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഐഷുമ്മയുടെ മനസ്സിൽ ഓടിമറഞ്ഞു. ഇവിടെ എത്തി വീട് കാണും വരെ സമാധാനം നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു ഐഷുമ്മക്ക്. തങ്ങളുടെ വീടിൻ്റെ അത്രയും തന്നെ വലിപ്പമില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഇത്തിരി സമാധാനം കിട്ടിയത്. മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും നോക്കി ഏഷ്യന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് സെജിന ഷാക്കിറയും ഉമ്മയെയും കൊണ്ടുവരുന്നത് ഐഷുമ്മ കാണുന്നത്. അതുവരെ ഐഷുമ്മയെ ഒട്ടിയും പിടിച്ച് നിന്നിരുന്ന ചാറ്റുവിനെ തട്ടി മാറ്റിയിരുന്ന ഐഷുമ്മ അവനെ വാരിയെടുത്ത് ഉമ്മകൾ നൽകി. ഉമ്മ ഉറക്കെ പറയുകയും കുഞ്ഞിനെ കൊഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സെജിനയുടെ ഉമ്മ ഇരിക്കുന്ന സോഫയ്ക്ക് ഓപ്പോസിറ്റായിട്ടാണ് ഇരുന്നത്. സെജിന ഷാക്കിറയും ഉമ്മയെയും അവരുടെ അടുത്ത് കൊണ്ടുവരുന്നെടുത്ത് കുടിക്കാൻ ഡ്രിങ്ക്സ് എടുക്കാൻ അടുക്കളയിലേക്ക് പോയി. ഷാക്കിറയെ അടിമുടി ഒന്ന് ഒഴിഞ്ഞു അവർ നിറം വെച്ച് തുടുത്തിട്ടുണ്ട്. അവളൊരു കടയിട്ടു എന്ന് പറഞ്ഞു കേട്ടിരുന്ന ഐഷുമ്മക്ക് അവൾ സുഖമായി ജീവിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അല്ല സെലീന, എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 കൊല്ലമായില്ലേ? എന്നിട്ട് ഓനിപ്പോൾ ഇതുവരെ കുഞ്ഞുണ്ടായില്ലല്ലോ. അതെങ്ങനെ? ഈ മച്ചിയത്തിന് വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ മോനൊന്ന് തടഞ്ഞോ? ആ, ഇനി അനുഭവിച്ചോ. ഷാക്കിറക്കെതിരായി ഐഷുമ്മ ആദ്യത്തെ അമ്പെയ്തു. ഐഷുമ്മയെ കണ്ട ഉടനെ താഴ്ന്നിരുന്ന ഷാക്കിറയുടെ തല അത് കേട്ടതോടെ ഒന്നുയർന്നു അവരെ നോക്കി. ഒരുപാട് മന്തുക്കൾ അവിടെ ചുറ്റി നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരെയെല്ലാം കേൾപ്പിച്ചുകൊണ്ടുള്ള ഐഷുമ്മയുടെ സംസാരം അവളുടെ കണ്ണ് നിറച്ചു. ചിലരുടെ മുഖത്ത് പരിഹാസവും ചിലരുടെ മുഖത്ത് സഹതാപവും. അത് തനിക്കൊരു ഉമ്മയാകാൻ കഴിയില്ല എന്നതറിഞ്ഞതിലോ ഐഷുമ്മ കളിയാക്കിയതിലോ എന്ന് മാത്രമായിരുന്നു അവൾക്ക് സംശയമുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും സെജിന കുടിക്കാനുള്ള ഡ്രിങ്ക്സ് എടുത്തു വന്നിരുന്നു. റസിയ ഷാക്കിറയെ ഒന്ന് നോക്കിയപ്പോഴേക്കും സെജിന ഷാക്കിറയെ അവിടെ നിന്നും വിളിച്ചു കൊണ്ടുപോയി. ആ തള്ള അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഈ എന്തിനാ ഷാക്കിറ അങ്ങനെ കണ്ണീര് വാർക്കണേ? ഈ നിയാസ്കയും അങ്ങനെ ഒരു ജീവിതം തുടങ്ങിയിട്ടില്ലെന്ന് എനിക്ക് അറിയുന്നതല്ലേ. പിന്നെ വെറുതെ കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി ഈ മറിയം ബീവെന്നല്ലല്ലോ. അവൾ കരയുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ ഇത്തിരി പരിഹാസത്തോടെയാണ് സെജിന അത് പറഞ്ഞത്. നമ്മുടെ ജീവിതം എന്താ എങ്ങനെയെന്ന് നമുക്ക് വ്യക്തമായ അറിവുള്ളപ്പോൾ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഈ കണ്ണീരിങ്ങനെ വാർക്കണത് എന്തിനാ? ആ തള്ളയുടെ നാവേര് ചൊറിയന്നാവാണ്. അതിന് ഈ മരണം വരെ ആ ചൊറിച്ചിൽ മാറുന്നു തോന്നുന്നില്ല. സെജിന അവളെ വീട് നടന്ന് കാണിക്കുന്നതിനിടയിൽ പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഹണിമൂണിന് പോയപ്പോൾ ആ തള്ളയുടെ നാവടക്കാൻ ഭാവത്തിൽ എന്തെങ്കിലും നടന്നോ? സെജിന എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ആരും മനസ്സിലാവാതെ നോക്കിയപ്പോൾ ബുദ്ധൂസേ, ആ തള്ള പറയുന്ന മച്ചി എന്ന പേര് മാറ്റാനുള്ള ആദ്യ സ്റ്റെപ്പ് നടന്നോന്ന് സെജിന ഷാക്കിറയുടെ തലയിൽ കൊട്ടി ചോദിച്ചപ്പോൾ ഇല്ലെന്നും പീരിയഡ്സ് ആയിരുന്നു എന്നും ശബ്ദം താഴ്ത്തി പറഞ്ഞു. ആ, എന്നാലിനി വൈകിക്കണ്ടട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾ 2 പേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നും ഒന്നിച്ചൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി ആ ജീവിതം വീട്ടിൽ പോവണ്ട എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയി സന്തോഷത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അവരെ കൊണ്ട് തിരുത്തി പറയാനുള്ള അവസരം ഉണ്ടാക്കണം. സെജിന ഷാക്കിറയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഷാക്കിറ എല്ലാം ഒന്ന് മൂളിക്കേട്ടു. അവളും സെജിന പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. ആബിദ് നിയാസിൻ്റെ അടുത്തിരുന്ന് വീർപ്പ് മുട്ടുകയായിരുന്നു. ഇതുവരെ എല്ലാവരുടെയും അടുത്തും അഹങ്കാരത്തോട് തലയുയർത്തി നിന്നവനാണ് ഇപ്പോൾ നിയാസിന് മുന്നിൽ തലകുനിച്ച് ഇരിക്കുന്നത്. താനിപ്പോൾ വട്ടപൂജ്യത്തിൽ നിൽക്കുകയാണ്. 1000 രൂപ പോലും തികച്ചെടുക്കാൻ ഇല്ലാത്ത അവസ്ഥ. സൗന്ദര്യം കൊണ്ടും തന്നേക്കാൾ ഒരുപടി മുന്നിലാണവൻ.
ഒരു കാര്യം കൊണ്ട് മാത്രമാണ് താനിപ്പോൾ അവനോട് ജയിക്കുന്നത്. തനിക്കൊരു കുഞ്ഞു ജനിച്ചു. അവർക്കിനി കുഞ്ഞുങ്ങളായിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 1-2 വർഷമൊക്കെ ആയില്ലേ. കുഞ്ഞുങ്ങളായില്ലെങ്കിലും അവളുടെ സന്തോഷം കാണാൻ വയ്യ. മനസ്സിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കും അവൾ തുടുത്തു ഭംഗി വെച്ചിരിക്കുന്നത്. എത്രയായാലും അവളിങ്ങനെ സന്തോഷത്തോടെ അവൻ്റെ കൂടെ ജീവിക്കുന്നത് കാണാൻ വയ്യ. നിയാസിനാണെങ്കിൽ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നറിയാത്ത അവസ്ഥ. ഷാക്കിറയ്ക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാനുണ്ടായിരുന്ന വിമ്മിഷ്ടം താൻ കണ്ടതാണ്. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. അവനിൽ നിന്നൊക്കെ അവൾ അനുഭവിച്ചത് അത്രയ്ക്കും ക്രൂരതയാണ്. പുതിയൊരു ബിസിനസ്സിലേക്ക് കടന്നു എന്നുള്ളത് നേരെ തന്നെ. പക്ഷേ എന്നാലും ആരെങ്കിലും ഇന്നും എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവൾക്കൊന്ന് തിരിച്ചു പറയാനോ ഒന്നും തന്നെ കഴിയില്ല. അവളുടെ കൂടെ സെജിന ഉള്ളതാണ് ആകെ ഒരു ആശ്വാസം. ഉമ്മയും എളിയമ്മയും അവരോട് മുഖം കറുപ്പിച്ച് അരുത് മുറിച്ച് ഒന്നും പറയൂല. തങ്ങളുടെ മകളുടെ ഭർത്താവിൻ്റെ ഉമ്മയല്ലേ, പറയാൻ കഴിയുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ. പക്ഷെ ഷാക്കിറയും ഉമ്മയും എളിയമ്മയും ഒന്നും അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കില്ല എന്നറിയാം. ഷാക്കിറയെ ഐഷുമയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് തൻ്റെ കൂടെ നിർത്തി അറിയാത്തവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സെജിന. റഷീദിൻ്റെ സഹോദരിമാരും മറ്റു സഹോദരിമാരുടെ ഭാര്യമാരുമെല്ലാം ഷാക്കിറയോട് സംസാരിക്കാൻ വന്നുവെങ്കിലും അവരുടെ ചോദ്യങ്ങൾക്കൊക്കെയും ഒരു മൂളലിലോ ഒറ്റ വാക്കിലോ അവൾ ഉത്തരം നൽകി. ഓളൊരു പത്രാസുകാരി വന്നിരിക്കണ്. കിട്ടിയത് ഡോക്ടറോ എഞ്ചിനീയറോ ആരായിട്ടെന്താ? ഇത് വലിയൊരു കുട്ടി ഉണ്ടായോ? ഓളെ കെട്ടിയതോടെ ഓളെ കെട്ടിയവൻ്റെ കഷ്ടകാലം തുടങ്ങി. തങ്ങൾ ചോദിച്ചതിനെല്ലാം അവർ ഉദ്ദേശിച്ചതുപോലെയുള്ള ഉത്തരം കിട്ടാതെ അവർ ഷാക്കിറയെ കേൾപ്പിച്ച് തന്നെ മുറുമുറുത്തു. സെജിന അവരെ ഒന്ന് ദേഷ്യത്തോടെ കണ്ണുരുട്ടി. ഓ, നാത്തൂന് പിടിച്ചില്ല പോലും ഓളെ പറഞ്ഞത് എന്നും പറഞ്ഞ് ആബിദിൻ്റെ പെങ്ങന്മാർ ഉമ്മയുടെ അടുത്തേക്ക് നടന്നു. അവിടെ ഐഷുമ്മ ആരുടെ കുറ്റങ്ങളാണ് പറയുന്നതെന്നറിയാൻ വേണ്ടി. എന്നാൽ ആ നേരം അവർ കുടിയിരിക്കലിന് സെജിനയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുടെ വലിപ്പവും വിലവും ക്വാളിറ്റിയും നോക്കുന്ന തിരക്കിലായിരുന്നു. ഓരോന്നും തൊട്ടും തലോടിയും നോക്കി. എന്താ ഇത്? ഇതിൻ്റെ മരം പറ്റിയ മോശമാണല്ലോ. അതെങ്ങനെ? ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിയാൽ അങ്ങനെ തന്നെയല്ലേ? മനുഷ്യന്മാരുടെ കണ്ണിൽ പൊടിയിടാൻ ആയിട്ട് എല്ലാം നോക്കി അവസാനം എത്ര നല്ല സാധനങ്ങളാണെങ്കിലും ഐഷുമ്മയുടെ വായിൽ നിന്ന് വന്നിരുന്നത് അതായിരുന്നു. എന്തിനു പറയുന്നു, മൈജിയുടെ വലിയ ഫ്രിഡ്ജ് പോലും കൊള്ളില്ലെന്ന് പറഞ്ഞു കളഞ്ഞു. കേൾക്കുന്നവരിൽ വയസ്സായവർ അത് ശരിവെക്കുക കൂടി ചെയ്തതോടെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന പോലെ വലിയ അറിവുള്ളവരെ പോലെ അവർ നെകളിപ്പോടെ നിന്നു. കുട്ടികളെല്ലാം അവർ പറയുന്നത് കേട്ട് അവർ കേൾക്കാതെ പരിഹസിച്ച് ചിരിച്ചു. പക്ഷേ അവർ അതൊന്നും അറിഞ്ഞില്ല മാത്രം. വൈകുന്നേരം ബെഡിൽ വെറുതെ വന്ന് കിടന്നതാണ് ഷാക്കിറ. സെജിനയുടെ വീട്ടിൽ നിന്നും കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ. എന്നിട്ട് ഇന്നിനെ ഷോപ്പ് തുറക്കാനൊന്നും വയ്യെന്ന് പറഞ്ഞു വന്ന് കിടന്നതാണ്. അപ്പോഴാണ് നിയാസ് എവിടേക്ക് വന്നത്. അവനും ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. എന്താടോ വലിയ ആലോചന? ഷാക്കിറയുടെ അടുത്ത് വന്ന് മലർന്നു കിടന്നുകൊണ്ട് തല ചിരിച്ചുകൊണ്ട് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ സെജിന പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. രണ്ടുപേരും കൂടെ എത്രയും പെട്ടെന്നൊരു കുടുംബജീവിതം തുടങ്ങണമെന്ന്. അവിടെ ചെന്നപ്പോൾ ഐഷുമ്മ ചാച്ചുമോനെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞത് താനൊരു മച്ചിയാണെന്നല്ലേ. ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് തങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇനി നിയാസ്കയുമായി ഒരു ജീവിതം തുടങ്ങിയാലും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? തനിക്ക് ശരിക്കൊരു ഉമ്മയാകാനുള്ള കഴിവുണ്ടാവില്ലേ? ചിന്തയിലാണ്ട് പോയവൾ അവൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. വീണ്ടും അവൻ ചോദ്യം ആവർത്തിച്ചു. അത് പിന്നെ അവൾക്ക് അവനോട് അത് പറയാൻ ചെറിയൊരു മടി തോന്നി. അപ്പോഴും അവൻ തന്നിൽ നിന്നും അകാലത്തിൽ വിട പറഞ്ഞു പോയ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നുള്ളൂ എങ്കിൽ എങ്ങനെ അവനോട് ഈ കാര്യം പറയും? അവളുടെ വിമ്മിഷ്ടം മനസ്സിലാക്കിയതുപോലെ അവൻ എന്താണെങ്കിലും പറയാൻ വേണ്ടി നിർബന്ധിച്ചു. അവൾ ഇന്ന് സെജിനയുടെ വീട്ടിൽ ഉണ്ടായതെല്ലാം പറഞ്ഞു. അവസാനം സെജിന തന്നോട് പറഞ്ഞതും നിയാസിന് എങ്ങനെയെന്നറിയില്ല, പക്ഷെ അവളെ വല്ലാതെ ഒരു കുഞ്ഞ് എന്ന സ്വപ്നം പിടിമുറുക്കിയിട്ടുണ്ട്. തന്നിലേക്ക് വന്നു ചേർന്ന മച്ചി എന്നത് ഈ ജീവിതാവസാനം വരെ ഉണ്ടാകുമോ എന്നൊരു ഭയവുമുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു. എനിക്ക് ഇനിയൊരു വിവാഹ ജീവിതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചവനായിരുന്നു. പക്ഷെ ഉമ്മയുടെ സമ്മർദ്ദം വിധിയാലവെന്നു. അത് പക്ഷേ നല്ലതിനാണെന്ന് ഇപ്പോൾ തോന്നുന്നു. നിന്നെ ഞാൻ എൻ്റെ ഇണയായി മനസ്സിൽ പതിച്ചു കഴിഞ്ഞു. എനിക്കും വേണം ഇനിയും ഒരു കുടുംബവും കുട്ടികളൊക്കെയായി. നിയാസും തൻ്റെ മനസ്സിലെ ആഗ്രഹം അവളോട് പറഞ്ഞു. ഒന്നും ആരെയും മറന്നിട്ടല്ല, പക്ഷെ അവർക്കിനി എൻ്റെ അടുത്തേക്ക് വരാൻ കഴിയില്ലല്ലോ. സെജിന പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ചു തുടങ്ങാം. അവൻ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും സന്തോഷത്തിൽ അവൾ അവനെ മുറുകെ പുണർന്നിരുന്നു.
പതിവ് പോലെ രാവിലെ ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു ഷാക്കിറ. ഉമ്മയും ഉപ്പയും എല്ലാം ഇപ്പോഴും മുടങ്ങാതെ അവളുടെ കൂടെ പോകും. വെറുതെ വീട്ടിൽ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നെന്ന് മാത്രം. നിയാസ് പോയാൽ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കിയും ഉച്ചക്കലിലേക്കുള്ള ഉണ്ടാക്കുന്ന ചോറും കൂട്ടാനും എല്ലാം പാത്രത്തിലാക്കി ചൂടുവെള്ളവും തണുത്തുവെള്ളവും ഇടയ്ക്കൊക്കെ കുറിക്കാനും എല്ലാം കൂടി കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് ഒരു ട്രിപ്പ് പോകുന്നത് പോലെയാണ് അവർ രാവിലെ പോകുന്നത്. ഷാക്കിറയ്ക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ രണ്ടു പേരെ കൊണ്ടുമുണ്ട്. എന്നത്തെയും പോലെ അടുക്കളയിലേക്ക് നടക്കുമ്പോഴാണ് വയറൊന്ന് കൊളുത്തി വലിച്ചതുപോലെ തോന്നിയത്. അവൾ റൂമിലേക്ക് തിരിച്ചു നടന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ മാസം പോലെ തന്നെ ഈ മാസവും നേരത്തെ തന്നെ വിരുന്നെത്തിയിരിക്കുന്നു. ഇതിപ്പോൾ 2-ാം മാസമാണ് തങ്ങൾ ഒരുമിച്ച് എല്ലാം കൊണ്ട് ജീവിതം തുടങ്ങിയപ്പോൾ പ്രതീക്ഷകൾ അസ്തമിക്കുന്നത്. ഷാക്കിറ തൻ്റെ ബെഡിൽ കമഴ്ന്ന് കിടന്ന് പൊട്ടിക്കരിഞ്ഞു. ഇനി ഐഷുമ്മ പറഞ്ഞത് ശരിയായിരിക്കുമോ? ഞാനൊരു മച്ചിയായിരിക്കുമോ? ഒന്നും അറിയില്ല. ആയിരിക്കും, അല്ലെങ്കിൽ നിയാസിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നതാണ്. അവളുടെ സങ്കടം കൂടിക്കൂടി വന്നു. ആദ്യത്തെ മാസം പ്രതീക്ഷയോടെ നിൽക്കുമ്പോഴാണ് ഡേറ്റിന് 2 ദിവസം മുന്നേ തന്നെ ആയത്. അന്ന് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ നിയാസ് എന്ന് പറഞ്ഞത് ആദ്യത്തെ മാസമല്ലേ, ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ എന്ന്. ഒരു 6 മാസമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയതായിരുന്നു. എന്നാലും തൻ്റെ മനസ്സിൽ മാത്രം സങ്കടം തന്നെയായിരുന്നു. എല്ലാവരും കൂടെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് വഴക്ക് പറഞ്ഞപ്പോഴാണ് തൻ്റെ സങ്കടം മറ്റുള്ളവരെ അറിയിക്കാതെ മനസ്സിൽ മാത്രം കൊണ്ട് നടന്നത്. എന്നാൽ അന്നത്തെ പോലെ ഇന്നും സഹിക്കാൻ വയ്യ. ഇത്രയും വർഷമായില്ലേ താലോലിക്കാനൊരു കുഞ്ഞു വേണമെന്ന ആഗ്രഹത്തിന് ദിവസം കൂടുന്തോറും തീവ്രത കൂടിക്കൂടി. അതിനനുസരിച്ച് സങ്കടവും ഓരോന്നോർത്ത് സങ്കടം കണ്ണുനീരായി ഉതിർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഉമ്മ അവളെ തിരിഞ്ഞുകൊണ്ട് വിളിക്കുന്നത്. മോളെ. കമഴ്ന്ന് കിടന്ന് കരയുന്ന അവളെ കണ്ടപ്പോൾ തന്നെ ഉമ്മാക്ക് നെഞ്ചു വിങ്ങി. കാര്യം മനസ്സിലായി. എങ്കിലും അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ അവർ അവളെ തട്ടി വിളിച്ചു. 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. എന്താ മോളെ, വയറ് വേദനിക്കുന്നുണ്ടോ? ചോദിച്ചു മുഴുവനാക്കിയില്ല. അവൾ ഉമ്മയെ അങ്ങനെ ഇരുന്ന് തന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. ഉമ്മ അവളുടെ അടുത്തിരുന്നു കുറച്ചു നേരം എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു. നമുക്ക് സമയമായിട്ടുണ്ടാവില്ല മോളെ, ആയുസ്സുണ്ടെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ. കുറേ കരഞ്ഞപ്പോൾ കുറേ സമാധാനമായതുപോലെ അവൾ ഉമ്മയിൽ നിന്ന് അടർന്നു മാറി. നീ വന്നേ, അവിടെ വന്ന് കിടന്നാലും വേണ്ടില്ല, ഇവിടെ അങ്ങനെ കിടക്കല്ലേ. ഇവിടെ തന്നെ ആണെങ്കിൽ റൂമിൽ നിന്നും പുറത്തു കിടക്കാതെ അവൾ അടഞ്ഞുകൂടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഉമ്മ അങ്ങനെ പറയുന്നത്. അവിടെ ആകുമ്പോൾ ഇത്രയും ഓർത്തിരിക്കാൻ പറ്റില്ല. കസ്റ്റമറും അവിടെ ജോലി ചെയ്യുന്നവരും ഒക്കെയായി എപ്പോഴും ആളുകളുണ്ടാവും. വലിയ വയറുവേദന ഒന്നുമില്ലെങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥത അവൾക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും അവൾക്ക് അവിടെ റെസ്റ്റ് റൂമിൽ വിശ്രമിക്കാം. എഴുന്നേൽക്കാൻ കൂട്ടാക്കാതെ കിടക്കുന്നവളെ കുത്തിപ്പൊന്തിച്ച് എഴുന്നേൽപ്പിച്ച് താഴേക്ക് വിളിച്ചു കൊണ്ടുപോയി. 2 പേരുടെയും വരവിലെന്തോ പന്തികേടുണ്ടെന്ന് ഉപ്പാക്കും തോന്നി. എന്നും പോകുന്ന സമയമായിട്ടും 2 പേരെയും കാണാത്തതെന്നോർത്ത് നിൽക്കുമ്പോഴാണ് 2 പേരുടെയും വരവ്. ഷാക്കിറയുടെ കരഞ്ഞു വീർത്ത മുഖം കണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് ഉപ്പാക്ക് തോന്നി. അവരുടെ അടുത്തേക്ക് ധൃതിയിൽ നടന്നു. എന്താ മോൾക്ക് പറ്റിയേ? അയാൾ ആദ്യയോടെ ഉമ്മയോട് ചോദിച്ചു. അത് പിന്നെ പറയാമെന്ന് ഉമ്മ ആംഗ്യത്തിലൂടെ ഉത്തരം നൽകി. അവളെ കാറിൽ കൊണ്ടുപോയിരുത്തി. വേഗം എടുത്തു വെച്ച ഫുഡെല്ലാം എടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് ഉമ്മയും അവളുടെ അടുത്തായി ഇരുന്നു. ഉപ്പ ഇടയ്ക്കിടെ അവർ 2 പേരെയും തിരിഞ്ഞു നോക്കി കൊണ്ടാണ് ഡ്രൈവ് ചെയ്തത്. ഉപ്പയുടെ മനസ്സ് എന്ത് പറ്റിയെന്നറിയാതെ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരുന്നു. എത്രയൊക്കെ പുറമേക്ക് ധൈര്യം സംഭരിച്ചു കൊണ്ട് നിന്നാലും ഇടയ്ക്കിടെ തേങ്ങലോടെ അവളുടെ സങ്കടം പുറത്തേക്ക് വന്നു. അന്ന് മുഴുവനും പിന്നെയുള്ള കുറച്ച് ദിവസവും അവൾ വളരെ സങ്കടത്തോടെയാണ് കഴിഞ്ഞത്. ഓണം അടുത്തതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു. അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെയുള്ള പല പല മോഡൽ ഡ്രസ്സുകൾ പട്ടിലും സെറ്റിലുമൊക്കെ ചെയ്ത് വിസ്മയം തീർത്തു അവൾ. അതുകൊണ്ട് തന്നെ കസ്റ്റമറും കൂടി. അത്രയധികം ഓർഡർ കിട്ടിയപ്പോൾ അവൾക്ക് വീട്ടിൽ വന്നാൽ പോലും റെസ്റ്റ് ഇല്ലാതായി. ഒന്നും ഓർക്കാനും കരയാനോ ഒന്നുമുള്ള സമയമില്ല. കിട്ടിയ ഓർഡറുകൾ എങ്ങനെ കൃത്യസമയത്ത് നൽകാമെന്ന ചിന്ത മാത്രമായതുകൊണ്ട് തന്നെ ആഴ്ചകൾ കടന്നുപോയത് അവൾ അറിഞ്ഞില്ല. അവളുടെ സഹോദരിമാർക്കും അതൊരു ആശ്വാസമായിരുന്നു. നേരാവണ്ണം തങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും അവൾക്കില്ലെങ്കിലും എല്ലാ ദിവസവും ഫോൺ വിളിക്കുമ്പോൾ കേൾക്കുന്ന സങ്കടവും കരച്ചിലും ഒന്നും കേൾക്കണ്ടല്ലോ. അവൾ സങ്കടപ്പെടുമ്പോൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ കുഴഞ്ഞു പോവും അവൾ. നിയാസ് അവളുടെ തിരക്കുകളിൽ കൂടെ നിന്നു.
അവനും അവൾക്കും ഒന്നും ആലോചിക്കാൻ പോലും സമയം കിട്ടാത്തത് ആശ്വാസമായിരുന്നു. 1-2 കസ്റ്റമർ അവരെ ഓണ ദിവസം വീട്ടിലേക്ക് ക്ഷണിച്ചു. അത്രയ്ക്കും അവരുടെ മനസ്സിനിണങ്ങിയ രീതിയിലുള്ള ഡ്രസ്സായിരുന്നു അവൾ സെറ്റ് ചെയ്തത്. അത്രയും നിർബന്ധം പിടിച്ച് ഫാമിലിയെ മൊത്തം ക്ഷണിച്ചതിനാൽ എല്ലാവരും കൂടെ ആ 2 വീടുകളിലും ഒന്ന് സന്ദർശിക്കുക കൂടി ചെയ്തു. ദിവസം വേഗം പോയത് കൊണ്ട് തന്നെ ഷാക്കിറ തൻ്റെ പീരിയഡിൻ്റെ ഡേറ്റ് കഴിഞ്ഞത് ഒന്നും അറിഞ്ഞതേയില്ല. തനിക്ക് പീരിയഡ്സ് തെറ്റിയെന്ന് അവൾ ഓർത്തുപോലുമില്ലായിരുന്നു. വീണ്ടും ഒരാഴ്ച കൂടി കടന്നുപോയി. ഷാക്കിറയ്ക്ക് പതിവിലും കൂടുതൽ ക്ഷീണം കാണപ്പെട്ടു. ഉറങ്ങിയിട്ടും ഉറക്കം തീരാത്തതുപോലെ. അവളുടെ ഈ അവസ്ഥ കണ്ട് ഉമ്മാക്കൊരു സംശയമല്ലെങ്കിലും അവളുടെ പീരിയഡ്സ് തീയതി കഴിഞ്ഞിരിക്കുന്നു എന്ന് അവരും അപ്പോഴാണ് ഓർത്തത്. അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും കരഞ്ഞ് നിലവിളിക്കേണ്ട സമയമായിരിക്കുന്നു. മനസ്സിലെ സന്തോഷം പുറമേ കാണിക്കാതെ അവളെയും കൊണ്ട് നിയാസ് ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം അവരും ഹോസ്പിറ്റലിലേക്ക് പോയി. വീട്ടിൽ ടെസ്റ്റ് നടത്താതെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഉറപ്പുവരുത്തി ഡോക്ടറെ കൺസൾട്ടൻറ്റ് ചെയ്യാം, വൈകി ഉണ്ടാകുന്നതല്ലേ എന്നെല്ലാം കണക്ക് കൂട്ടിയാണ് ഉമ്മ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഉമ്മ മനസ്സിൽ കരുതിയതുപോലെ തന്നെ സന്തോഷവാർത്ത കിട്ടി. ഷാക്കിറ ഇപ്രാവശ്യം അങ്ങനെ ഒരു കാര്യം തന്നെ മറന്നുപോയിരുന്നു. അതിനാൽ തന്നെ റിസൾട്ട് പറയുന്നത് കേട്ടപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. എത്ര കാത്തിരുന്നതാണ്, എത്ര കണ്ണീർ വാർത്തതാണ്. എന്നാൽ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോഴാണ് പടച്ചവൻ സന്തോഷം കൊണ്ട് തന്നത്. അവൾ പടച്ചവനോട് കണ്ണുനീരോടെ നന്ദി പറഞ്ഞു. നിയാസ് തൻ്റെ രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവൻ അവിടെ ഷാക്കിറയെ പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ അടുത്തേക്ക് വന്ന രോഗിയെ നോക്കിക്കഴിഞ്ഞ് അടുത്ത ആളെ വിളിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത നിയാസ് തൻ്റെ ഫോണൊന്ന് എടുത്തു നോക്കി. ഇല്ല, ആരും വീട്ടിൽ നിന്ന് വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഷാക്കിറയും ഉമ്മയും ഒക്കെ വിളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ തൻ്റെ ഓപ്പോസിറ്റിൽ രോഗികളെ നോക്കുവാൻ അവർക്ക് ഇരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ചെയറിൽ ആരും ഇരിക്കുന്നതായി അറിഞ്ഞു. തൊട്ടു മുന്നിൽ ഒരു ഫയലും എത്തി. രോഗികളുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയലാണ്. അവൻ ഫോൺ പോക്കറ്റിലിട്ട് തൻ്റെ മുന്നിലെ ഫയൽ തുറന്ന് രോഗിയുടെ പേരിൽ കണ്ണുകളുടക്കി. ഷാക്കിറ. അവനെ പേരിലേക്ക് ഒന്നുകൂടെ നോക്കി. അതെ, ഷാക്കിറ എന്ന് തന്നെ. വേഗത്തിൽ മുഖമുയർത്തി നോക്കുമ്പോൾ തന്നെ നോക്കിയിരിക്കുന്നവളെ കണ്ടു. പിന്നെ അവനെ ഫയലിലുള്ളത് വായിച്ചു നോക്കിയതുപോലുമില്ല. എന്ത് പറ്റി? ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചപ്പോഴേക്കും സഹായത്തിന് നിൽക്കുന്ന നേഴ്സ് അവർക്ക് പ്രൈവസി കൊടുത്തുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. അയ്യേ, ഡോക്ടർ ഇങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിനെ നോക്കുന്നത്? ആദ്യം ആ കേസ് ഷീറ്റ് ഒന്ന് വായിച്ചു നോക്ക് സാറേ, അവൾ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഷാക്കി, നീ കളിക്കാതെ കാര്യം പറയ്, എന്താ പറ്റിയത്? അവൻ ടെൻഷൻ കാരണം മഴമില്ലാതെ ഇത്തിരി ഗൗരവത്തിലാണ് ചോദിച്ചത്. ഇങ്ങനെ മസിൽ പിടിക്കാതെ അതൊന്ന് എടുത്ത് നോക്കേണ്ടി സാറേ, ഷാക്കിറ വീണ്ടും പറഞ്ഞപ്പോൾ അവൻ നേഴ്സ് തന്നെ ഏൽപ്പിച്ചു പോയ ഫയൽ എടുത്തു നോക്കി. റിസൾട്ട് വായിക്കും തോറും അവൻ്റെ മുഖം വിടർന്നു വരുന്നത് അത്യധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നോക്കിയിരുന്നു അവൾ. മുഖം ഉയർത്തി നോക്കിയവൻ തന്നെ നോക്കിയിരിക്കുന്നവളെ ഏറെ ഇഷ്ടത്തോടെ വാരിപ്പുണർന്നു. തൻ്റെ മക്കളെയും ഭാര്യയെയും നഷ്ടപ്പെട്ട ജീവിതം തന്നെ ഇരുട്ടിൽ ആയിരുന്നവനാണ്. വീണ്ടും തനിക്ക് കുഞ്ഞു ജനിക്കുന്നു. വീണ്ടും സന്തോഷപൂർവ്വമായ ഒരു കുടുംബം ഉണ്ടാകുന്നു. അവളും തനിക്ക് ഏറെ വൈകി കിട്ടിയ ഭാഗ്യത്തിൽ മതിമറന്ന് സന്തോഷിക്കുക തന്നെ ചെയ്തു. ഒപ്പം പഠിച്ചവനോട് സ്തുതിയും പറഞ്ഞു. ഏറെ കാത്തിരുന്ന് വൈകി കിട്ടിയത് കൊണ്ടാവാം ഗൈനക് ഡോക്ടർ 3 മാസം നല്ല റെസ്റ്റ് പറഞ്ഞു. യാത്രകൾ കഴിവതും ഒഴിവാക്കാൻ. വീട്ടിലെത്തിയ ഷാക്കിറ ഫോണെടുത്ത് ഓരോരുത്തരെയായി വിളിച്ച് സന്തോഷവാർത്ത അറിയിച്ചു. സഹോദരിമാർക്കും ഉമ്മാക്കും ഉപ്പാക്കും എന്ന് മാത്രമല്ല, തങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവരോടും അവളും ഉമ്മയും വിളിച്ചു പറഞ്ഞു. ഷാക്കിറ ഇനി ഷോപ്പിലേക്ക് അയക്കണ്ട എന്ന് ആരും പറയുന്നതിന് മുമ്പ് തന്നെ അവൾ പോകുന്നില്ല എന്ന് സ്വയം തീരുമാനമെടുത്തു. തൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് എന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഷോപ്പിന് എന്നല്ല മറ്റൊന്നിനുമില്ലെന്ന് അവൾ കരുതിയിരുന്നു. ഷാക്കിറയുടെ ഉമ്മയും ഉപ്പയും അവിടെ വന്ന് നിൽക്കാൻ വിളിക്കുമായിരുന്നെങ്കിലും അവർ 2 പേരും അതിന് തയ്യാറായില്ല. ഞങ്ങളിങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ജീവിക്കട്ടെ എന്ന് അവർ ചിരിച്ചു പറയുമായിരുന്നു. അങ്ങനെയുള്ളവർ ഷാക്കിറയുടെ കാര്യം പറഞ്ഞതോടെ വിളിക്കാനൊന്നും നിൽക്കാതെ തങ്ങളുടെ ഡ്രസ്സും ആവശ്യ സാധനങ്ങളും എടുത്ത് എത്ര ദിവസം വേണമെങ്കിലും എന്ന് നിൽക്കാവുന്ന രീതിയിലാണ് ഷാക്കിറയുടെ വീട്ടിലേക്ക് കയറി ചെന്നത്. അവർ കൂടെ അവിടെ എത്തിയതോടെ നിയാസിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഏറെ ഉത്സാഹവും സന്തോഷവുമായി. ആ 2 ഉമ്മമാരും ഏറെ സന്തോഷത്തോടെയും കരുതലോടെയുമാണ് ഷാക്കിറയെ നോക്കിയത്. ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നുവെങ്കിലും അവൾക്ക് വോമിറ്റിങ്ങോ ക്ഷീണമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മാസങ്ങളിൽ തന്നെ അവളൊന്ന് പുഷ്ടിപ്പെട്ടു. വിവരം അറിഞ്ഞ ബന്ധുക്കൾ അവൾക്ക് കഴിക്കാൻ വേണ്ടതെല്ലാം വാങ്ങി അവളെ കാണാൻ വരുന്നത് കൊണ്ട് ഫ്രൂട്ട്സ്, സ്നാക്സ് ഐറ്റംസ്
എന്നിവ കൊണ്ട് വീട് നിറഞ്ഞു. അവൾക്കാണെങ്കിൽ ഇതുവരെ ഇല്ലാത്ത ശീലവും പടിഞ്ഞു. എപ്പോഴും എന്തെങ്കിലും കുറിച്ചുകൊണ്ടേയിരിക്കും. രണ്ട് ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഇടയിൽ നിന്നും തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ സ്നേഹിച്ചു നിയാസും ഷാക്കിറയും ദിവസങ്ങൾ കഴിച്ചു. ഒരു ഞായറാഴ്ച ദിവസം ഷെജിനയും റഷീദുമൊക്കെ അവളെ കാണാൻ വന്നു. അറിഞ്ഞ ഉടനെ ഓടി വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ വീട്ടിലെല്ലാവർക്കും പനി പിടിച്ചു. ഷാക്കിറയുടെ കൈ പിടിച്ച് മനസ്സ് നിറഞ്ഞ് പറയുന്നവളെ അവളൊന്ന് പുണർന്നു. ഷെജിന 2 ദിവസം അവളുടെ കൂടെ നിന്നിട്ടാണ് പോയത്. ഷാക്കിറയ്ക്ക് ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു. ഷെജിനയോട് തന്നോടുള്ള വാത്തോരാതെയുള്ള സംസാരം കേൾക്കുമ്പോൾ. ആബിദിൻ്റെ വീട്ടിലാകുമ്പോൾ അറുത്തു മുറിച്ച് എന്തെങ്കിലും പറയുമായിരുന്നു എന്നല്ലാതെ ഇങ്ങനെയൊരു കമ്പനി ആയിരുന്നില്ല. ആയിരുന്നത് കൊണ്ട് തന്നെ സജിനയും റഷീദും ഐഷുമ്മയും ഉപ്പയും കാണാൻ ആ വീട്ടിലേക്ക് പോയിട്ട് കുറച്ചധികം ദിവസങ്ങളായി. അതുകൊണ്ട് തന്നെ ഷാക്കിറയുടെ അടുത്ത് നിന്ന് മടങ്ങുമ്പോൾ അവർ 2 പേരും അവിടെയൊന്ന് കയറി. ആ വീടും മക്കളെയും മരുമക്കളെയും അടക്കി ഭരിച്ചിരുന്ന ഐഷുമ്മയെ മെല്ലിച്ചു കണ്ടപ്പോൾ ഷാക്കിറ ഒന്നുകൂടെ നോക്കി. ഇവർക്കിതെന്ത് പറ്റിയെന്ന് ഓർക്കുകയും ചെയ്തു. നിങ്ങൾ എവിടെ പോയതായിരുന്നു? എവിടെ നിന്നോ വരുന്ന വരവാണല്ലോ എന്ന് ഐഷുമ്മ ഉഷാറായി തൻ്റെ ചാരുകസാരയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. അവൾ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അവളുടെ ഫോൺ ബെല്ലടിച്ചിരുന്നു. ഇല്ലുമ്മ, ഈ ഉമ്മയുടെ ഒരു കാര്യം, അവൾക്ക് ഛർദിയൊന്നുമില്ല. ഇതെന്നും പറയുന്ന കാര്യമില്ലേ? മരുമോളുടെ കാര്യം അറിയണമെങ്കിലേ ഉമ്മ ഇനി അവിടെ പോയി നിന്നോ? ഷാക്കിറ ഉമ്മയോട് വെറുതെ കള്ള ദേഷ്യത്തോടെ സംസാരിച്ചു. അവൾ അവിടെ ആകുമ്പോൾ 2 നേരമെങ്കിലും വിളിച്ച് ഉമ്മ ഇത് തന്നെ അന്വേഷിക്കും. ഷാക്കിറയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. മരുമകൾക്ക് വയറ്റിലുണ്ടായപ്പോൾ എന്താ നിലത്തൊന്നും അല്ല ഉമ്മ. ഇപ്പോൾ ഈ മോളുടെ കാര്യം ഒന്നുപോലെ ചോദിക്കാറില്ല. സജിനയുടെ ഫോൺ വിളി ചെവിയോർത്തിരുന്ന ഐഷുമ്മ മരുമകൾ എന്ന് കേട്ടതും തറഞ്ഞു നിന്ന് പോയി. അവിടെ ഇപ്പോൾ മരുമകൾക്ക് എന്ന് പറയാൻ ഷാക്കിറല്ലേ ഉള്ളൂ. അവരുടെ മനസ്സ് അങ്ങനെയാണ് പോയത്. അപ്പോൾ ആ മച്ചിക്കെങ്ങാനും വയറ്റിലുണ്ടോ? കണ്ണുകൾ തുറച്ചു തന്നെ നോക്കുന്ന ഐഷുമ്മയെ കണ്ട് സജിനയുടെ ചുണ്ടിൽ മനോഹരമായ ചിരി വിടർന്നു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.